ഐക്യരാഷ്ട്രസഭയിൽ യുക്രൈനെതിരെ നിലപാടെടുത്ത് ഇസ്രായേൽ. യുഎന്നിൻ്റെ ജനറൽ അസംബ്ലിയിൽ ഉക്രൈനിലെ വികസിതവും സമഗ്രവും നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിന് എന്ന പ്രമേയത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. റഷ്യ, ഉത്തര കൊറിയ, അമേരിക്ക എന്ന രാജ്യങ്ങൾക്കൊപ്പമാണ് ഇസ്രായേൽ നിലപാടും വ്യക്തമാക്കിയിരിക്കുന്നത്. UN പ്രമേയത്തെ 93 രാജ്യങ്ങൾ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള 18 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തി. എല്ലാ രാജ്യങ്ങളിലെയും പ്രാദേശിക സമഗ്രതയെയും പരമാധികാരത്തെയും മാനിക്കുന്നതിൻ്റെ പ്രാധാന്യം സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വോട്ടെടുപ്പാണ് ഉക്രൈനു വേണ്ടി UN ജനറൽ അസംബ്ലിയിൽ നടന്നത്. റഷ്യയുടെ ഭാഗം ചേരുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചതെങ്കിൽ യുക്രൈനിലെ യഹൂദ തീർത്ഥാടന കേന്ദ്രമായ ഉമാനിലേക്ക് ഇസ്രായേലികൾക്ക് യാത്രാവിലക്ക് ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ നടപടി. വർദ്ധിച്ചു വരുന്ന യഹൂദ വിരുദ്ധത കാരണം ഇസ്രായേൽ പൗരന്മാർക്ക് ഉക്രൈനിലെ ഒമാനിലേക്ക് തീർത്ഥാടനം നടത്താൻ സാധിച്ചിരുന്നില്ല. ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ഇസ്രായേൽ കത്തയച്ചിരുന്നു. ഉക്രൈനും റഷ്യയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും രാജ്യത്തെ യാത്രയുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിട്ടും ആയിരക്കണക്കിന് ഇസ്രായേൽ ജൂതന്മാർ വർഷം തോറും സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഒമാൻ നഗരം. ഉക്രൈനിയൻ സർക്കാർ ഇസ്രായേൽ ആവശ്യം അവലോകനം ചെയ്യുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വികസിക്കുന്നത് തുടരുമ്പോൾ ഇസ്രായേലിന്റെ ഉക്രൈനെതിരെയുള്ള UN-ലെ വോട്ടും ഒമാൻ യാത്രാ തർക്കവും ഭാവി ബന്ധങ്ങളെ കൂടുതൽ സ്വാധീനിച്ചേക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.